സാങ്കേതിക തകരാറ് മൂലം ഇത്തവണത്തെ ഉത്സവം ഗോവിന്ദിയാകുമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. തെക്കിച്ചേരുവാരത്തിന് ഞാൻ പോയിട്ടില്ലായിരുന്നേ. മാമാട്ടി പോയിട്ടുണ്ടായിരുന്നത് അമ്മമ്മയുടെ അപ്പൂപ്പയുടെയും കൂട്ടത്തിലാണ്. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഹാഫ് സാരിയും നമ്മുടെ സ്കേർട്ടും ടോപ്പും ഉള്ള ഹെവി ആയിട്ടുള്ള ഐറ്റങ്ങളാണ് കേട്ടോ ഡ്രസ്സിന്റെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ആ സാധനം നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇത്തവണ എന്തെങ്കിലും ചുരിദാർ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബോഡിക്കോൺ ഡ്രസ്സുകളൊക്കെ മാമാട്ടിനെ പോലത്തെ പിള്ളേർക്കല്ല കേട്ടോ ചേരുന്നത്. ഇച്ചിരി കൂടെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന, അത് നടക്കാനൊക്കെ താല്പര്യമുള്ള പിള്ളേർക്കാണ്. മാമാട്ടിയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് നിന്ന് താഴ്ത്തിറങ്ങാനേ പാടാണ്. മാമാട്ടിക്ക് കൂത്തു വഴിപാടുണ്ടായിരുന്നു. കരയൊന്നും എനിക്കറിയായിരുന്നു. കഴിഞ്ഞ വർഷം നല്ല കരച്ചിലായിരുന്നു. അപ്പൊ ഇത്തവണ പറയണ്ട, കൂത്താടി കുറച്ച് പാടുപെട്ടിട്ടാണ് കേട്ടോ മാമാട്ടിനെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തില്, അതായത് നമ്മുടെ കണിച്ചുളങ്ങരയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചെയ്യുന്ന വഴിപാടാണ് ഈ കൂത്തു വഴിപാടെന്നുള്ളത്. ചേരുവാര മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഗരുഡ സംഗമം ഉണ്ടായിരുന്നു കേട്ടോ. 15 ഗരുഡന്മാരാണ് ഉണ്ടായിരുന്നത്. ദേവിമാര് ചെന്ന് സ്വീകരിച്ച ശേഷം അന്നത്തിന് വലിച്ചുകൊണ്ട് തുള്ളാൻ പോവാണ് കേട്ടോ. അന്നം കോഴി അന്നമാണ്. മാമാട്ടിക്ക് അത്യാവശ്യം തുള്ളാനൊക്കെ ഇഷ്ടമുണ്ടെന്ന് നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നേ. അവളുടെ അപ്പാപ്പിയുടെ തലയിൽ നിന്ന് തുള്ളുവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശിച്ചു വന്നാണ് കേട്ടോ ഇത്തവണത്തെ ഉത്സവം കൂടാനായിട്ട്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലീവിന്റെ കാര്യം നിശ്ചയമല്ലാത്തത് കൊണ്ട് ഇത്തവണത്തെ ഉത്സവം കൂടി അടുത്തവണത്തെ ഉത്സവം കൂടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ്. പക്ഷെ ഞാൻ മാമാട്ടിയുടെ മെറ്റേണിറ്റി ലീവും അത് കഴിഞ്ഞിട്ടുള്ള CCL ഒക്കെ ആയിട്ട് നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു അടുപ്പിച്ചുള്ള എല്ലാ ഉത്സവങ്ങളും എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇത്തവണ തൊട്ടും മനസ്സ് നിറഞ്ഞ് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പരിപാടി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നെ. ഗാനമേളയായിരുന്നു, അത്യാവശ്യം നല്ല ഗാനമേളയായിരുന്നു. ആദ്യത്തെ 2 പാട്ട് കഴിഞ്ഞപ്പോഴേക്കും മാമാട്ടി സീനായി. എന്റെ തലകഴുകി ഉൾപ്പെടെ മണ്ണ് വാരി ഇട്ടപ്പോഴേക്കും നമ്മൾ തിരിച്ചവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു.